ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വേറെ ഡേഞ്ചർ ഉള്ള ഒരു സാധനം വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയാം. എന്ത് സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രോട്ടീൻ പൗഡർ. ഓ, അതിനെപ്പറ്റി ഇനി കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. നമ്മളെന്താ അറിയോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ആരുടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോൾ കുറച്ച് ദിവസം കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് നോർമൽ ഒന്നുമില്ലാത്ത വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ബ്രേക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒരു മന്തോളം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വർക്കൗട്ട് ഇല്ല, ഫുഡ് ഡയറ്റില്ല, ഒന്നുമില്ല, നോർമൽ ലെവലിൽ തന്നെ പോവുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആളുകൾക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ഡൗട്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റപ്പോയല്ലോ. അപ്പൊ ഒരു അഭിപ്രായം പറയും, ഇതാണ് പ്രോട്ടീൻ പൗഡറിന്റെ കുഴപ്പം, ഇതിന്റെ കഴിഞ്ഞ് അപ്പോ ഇത് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചീർത്ത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ ഇപ്പൊ എന്താ ഞാനും ഓനും തമ്മിൽ എന്താ മാറ്റം എന്നൊക്കെ. അപ്പൊ ഞാൻ പറയുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഒരു ഡേഞ്ചറും അല്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ഡേഞ്ചറായ ഒരു സാധനമേ അല്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട, ചിക്കൻ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളും തന്നെ ഈ പ്രോട്ടീൻ. അത് ചിലവർക്ക് ഒരു 10 കോഴിമുട്ട, ഒരു 1 kg ചിക്കൻ, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചെറുതായിട്ടൊരു മടിപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ മടിപ്പും കാര്യങ്ങളും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞേക്ക് ഒരു ലിക്വിഡ് ടൈപ്പിലായിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ സ്കൂപ്പ് ഇട്ടിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്നും കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. നമുക്ക് കിട്ടേണ്ട പ്രോട്ടീൻ ആ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി. പെട്ടെന്ന് ഡൈജഷൻ നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വലിയ ടൈം വരുന്നില്ല. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിനുള്ള ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ആ സാധനം ചൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് അറിയാലോ, അതെല്ലാവരും പറയുന്ന ഒരു കേസാണ്. പ്രോട്ടീൻ പൗഡറിൽ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ വേറെ പ്രശ്നം കേട്ടോ. പ്രോട്ടീൻ പൗഡർ എന്ന് കഴിഞ്ഞാൽ കണ്ട ലോക്കലും ചാത്തിനും കാര്യങ്ങളൊക്കെ വാങ്ങിയടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ചിക്കൻ, മുട്ട എല്ലാവരും കഴിക്കണം. കുട്ടികൾ വരെ കഴിക്കാതെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. കുട്ടികൾ വരെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്തോ വലിയൊരു സംഭവമായിട്ടാണ് ഈ പ്രോട്ടീൻ പൗഡറിനെ പറ്റി പറയുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തിനും, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോണ്, നമ്മുടെ ഹെയർ, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണ്ടി വരും, പ്രോട്ടീൻ വേണം. അതിൻ്റെ എല്ലാത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് പ്രോട്ടീൻ വേണം. അപ്പൊ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സോഴ്സ് നമുക്ക് ചിക്കൻ, മുട്ട, ബീഫ് എന്നൊക്കെ കിട്ടുന്നു, മീറ്റിനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലുപരി പ്രോട്ടീൻ പൗഡറൊന്നും കിട്ടിക്കഴിഞ്ഞു വെച്ചിട്ട് പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരാനില്ല. നിങ്ങൾ പറഞ്ഞ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും കൂടെ നിങ്ങൾ മുടക്കാണ്. എനിക്ക് പ്രോട്ടീൻ കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ അതിനോട് പ്രമോട്ട് ചെയ്യില്ല, ഞാൻ പറഞ്ഞുള്ളൂ. പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം ഡേഞ്ചർ അല്ല, നമ്മളൊക്കെ കുടിക്കുന്നതാണ്, നമുക്ക് അതുകൊണ്ട് പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഈ വെള്ളടിക്കുന്നതും ലിക്വിഡൊക്കെ ചെയ്യുന്നവർക്കും ഇതിൻ്റെ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് പ്രശ്നമായിരിക്കാം. അല്ലാത്തവർക്കൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഏതായാലും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, പ്രോട്ടീൻ പൗഡർ ഡേഞ്ചർ സാധനമല്ല, നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സപ്ലിമെന്റും കാര്യങ്ങളും നിങ്ങൾ വാങ്ങി കുടിക്കാൻ നിൽക്കണ്ട. ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ പൗഡറിനെ പറ്റി ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.